കേരളത്തിലെ ധനസജീവൻ ബാലഗോപാൽ പറയുക, വിൽക്കുന്നവനും വാങ്ങുന്നവനും സന്തോഷം മാത്രം നൽകുന്ന കേരള ലോട്ടറി ലോകത്തിനും മാതൃകയാണ്. സത്യം പറഞ്ഞാൽ അടുത്ത തവണത്തെ വെൽഫെയർ എക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് കേരളത്തിന് കൊടുക്കണം. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജശില്പി KN ബാലഗോപാലിന് കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു ഇത്. കരുനാഗപ്പള്ളിയിൽ നിന്നൊരു ലോട്ടറി അഡിക്റ്റായ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി 9 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റാണ് അയാൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം കട്ടിലിൻ്റെ കീഴിൽ നിന്ന് കിട്ടിയത്. ചാക്കിൽ കെട്ടിവെച്ചേക്കുമായിരുന്നു. ഒരു ഗതിയും പരഗതിയില്ലാതെ അവസാനം ചൂത് കളിച്ച് ആസക്തി മൂത്ത് വീടും പറമ്പും വിൽക്കേണ്ടി വന്നു. പിന്നെ ഒരു രക്ഷയില്ലാതെ കയറെടുത്തു. കണ്ണൂരിൽ ഒരു മഹാനുഭാവൻ 1500 രൂപയ്ക്ക് പണിയെടുത്താൽ 100 രൂപയുടെ വാങ്ങിച്ച് ലോട്ടറി എടുക്കും. ഒരു കിടപ്പാടമില്ല. ചാക്കിനകത്തിലും അല്ലെങ്കിൽ പഴന്തുണിക്കെട്ടിലും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ലോട്ടറി. ഈ കഴിഞ്ഞ ബെമ്പറിന് 100 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. എത്ര പണം കളഞ്ഞു? 100 ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് 50,000 രൂപയാണ് കളഞ്ഞത്. ഒരു വീട് വെക്കാൻ ഇങ്ങനെ മോഹമുണ്ടെന്നാണ്. പക്ഷേ അയാൾക്ക് ഇതുവരെ കളഞ്ഞ പണം ഉണ്ടായിരുന്നെങ്കിൽ 2 വീട് വെക്കാമായിരുന്നു. ഇത് 99% കേരളത്തിലെ ഈ സാധാരണ തൊഴിലാളികളാണ് ഇതിന് അഡിക്റ്റായിരിക്കുന്നത്. നാളത്തെ കോടീശ്വരൻ സ്വപ്നം കാണിച്ചുകൊണ്ട് ചൂതാട്ടം നടത്തി നാട്ടുകാരെ കബളിപ്പിക്കുന്ന കേരള സർക്കാർ ഇതിനെ വീണ്ടും മഹത്തരമാക്കുന്നത് കാണുമ്പോൾ ഇവരോട് പുച്ഛം തോന്നുന്നില്ലേ? ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വാരി ഈ കൂതറ മദ്യവും ഈ പേപ്പർ ലോട്ടറിയും വിറ്റാണ് ഇവന്മാർ ഇവിടുത്തെ ഈ എലീറ്റ് ക്ലാസ്സിന് ശമ്പളം കൊടുക്കുന്നതും പിന്നെ ഇവരുടെ സുഖങ്ങളും കണ്ടെത്തുന്നത്. എന്നിട്ട് പാവൻ ലോട്ടറി തൊഴിലാളിയുടെ പേരിലാണ് പറയുന്നത്. ഉള്ള ആനുകൂല്യം കൂടെ കവർന്നെടുക്കുന്നവന്മാരാണ് ഈ കള്ളക്കൂട്ടങ്ങൾ. അത് മനസ്സിലാക്കാതെ പോകുന്ന ജനം വീണ്ടും ഇവരെ വിശ്വസിക്കുന്നു. കഷ്ടം തിരുമേനി, കഷ്ടം.